എന്തൊക്കെ സാധനങ്ങൾ എടുത്താലാ ഒന്ന് ഇറങ്ങാനിപ്പം പറ്റുക. ഓക്കെ, എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. എൻ്റെ സ്പെക്സിൻ്റെ കളർ മാറുന്നുണ്ടോ? അയ്യോ, എന്താ എന്താ എടുത്ത് പോവാ നമുക്ക്. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് വെംബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു റീല് കണ്ടിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. സാരി നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് മേടിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് സാരി മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് ദൂരെയാണ്. പിന്നെ ബ്ലൗസ് ഒരു 30 മിനിറ്റ്സിൽ തയ്ച്ച് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയത്. അത് തെറ്റായ ധാരണയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊരു റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലീവ് അവരൊരു 30 മിനിറ്റ്സിൽ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. നല്ല വെതറായിരുന്നു കേട്ടോ ആ ദിവസം. അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു മിനി ഇന്ത്യയിലെത്തിയൊരു ഫീലായിരുന്നു. അത്ര അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പൊ അത് അങ്ങോട്ടായിരിക്കും അല്ലേ? 154. ആക്ച്വലി ഷോപ്പിന്റെ പേരറിയത്തില്ല. ഹായ്, വളം ഇരിക്കുന്നു നോക്ക്. പോയിട്ട് തിരിച്ചു വരാം. ആക്ച്വലി ഒരു മിനി ഇന്ത്യ പോലെ ഉണ്ട് ഇത്. ശരിക്കും ഞങ്ങൾ ഈസ്റ്റ് ആമേ പോകുമ്പോഴത്തേക്കും അവിടെ ഇതുപോലത്തെ സെറ്റപ്പ് ഉണ്ടെങ്കിലും ഇത് അവിടത്തെക്കാട്ടിലും ഭയങ്കര വലിയ സെറ്റപ്പ്. ഇവിടെ എല്ലാ സാധനവും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കരിക്ക് കൊടുക്കുന്ന കണ്ടോ? കരിക്ക്. അയ്യോ, നല്ലതായിരിക്കുമോ? ഇതേ പാനിപ്പൂരി അവിടെ ഉണ്ട്. പാനിപ്പൂരി കഴിച്ചിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന വെച്ചിട്ട്. എങ്ങനെയുണ്ട്? നൈസാണോ? ഇതാണ് ഒറിജിനൽ സാധനം. ഞാൻ പറഞ്ഞില്ലേ, കട കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴാണ് വരുന്നത്. ഇതാണ് ഒറിജിനൽ സാധനം. ഇതാണ് അവിടെ കിട്ടണല്ല. ഒരുമിച്ച് കഴിക്കാൻ എങ്ങനെ കഴിക്കുന്നത്? എനിക്ക് ആദ്യത്തെ ഇഷ്ടപ്പെട്ട പാനിപ്പൂരി. പക്ഷേ എനിക്ക് പേഴ്സണലി പാനിപ്പൂരിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ചായ
എനിക്ക് പാനിപൂരിയാണ് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ പാനിപൂരി ഫാൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു പാനിപൂരി കൂടെ പറയാം. $154 ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതല്ലേ, ഇത് തന്നെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു അവിടുത്തെ ഒരു ബ്ലൗസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഓണത്തിന് ഇതുപോലെ ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ തപ്പി നടന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ബ്ലൗസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ഥലത്ത് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. അതിൽ നമ്മളൊരു ഷോപ്പിൽ മാത്രമേ കയറിയുള്ളൂ. ആ ഷോപ്പിൽ ഇഷ്ടം പോലെ ഒരുപാട് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്ലീവ് ഉള്ളത്, സ്ലീവ് ഇല്ലാത്തത്, ലോങ് സ്ലീവ് വരുന്നത്, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ. അതും എല്ലാ കളേഴ്സിലും അത് ബ്ലൗസ് അവൈലബിൾ ആണെന്നുള്ളതും ഒരു നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ വേറൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസ് പല റേഞ്ചിലുള്ള ബ്ലൗസ് ഉണ്ട്. 10 പൗണ്ട് മുതൽ മുകളിലോട്ട് പല റേഞ്ചിലുള്ള ബ്ലൗസസും ഉണ്ട്. അപ്പം അതും ഒരു നല്ല കാര്യമായിരുന്നു. സാധാരണ ഇവിടുന്ന് ബ്ലൗസ് വാങ്ങുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പം ആ ഒരു പേടി വേണ്ട. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ബ്ലൗസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് സാധനം കിട്ടും കേട്ടോ. പിന്നെ സാരീസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ ഷോപ്പിലല്ല, വേറെ ഷോപ്പിൽ ഇഷ്ടംപോലെ സാരീസ്. പിന്നെ അവിടെ ഇങ്ങനെ മറ്റേ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ആദായ വിലയ്ക്കൊക്കെ വിൽക്കുന്ന പോലെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിൽ കുറേ സാരീസ്, അത് 2 പൗണ്ടോ 3 പൗണ്ടോ അത്രയും ഉള്ളൂ, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 3-4 സാരിയൊക്കെ അങ്ങനെ മേടിച്ചു. 2 പൗണ്ട് 3 പൗണ്ടിന് ഇങ്ങനെ വിൽക്കും അവർ. ഇവിടുത്തെ ഫുഡും എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. നമുക്ക് നാട്ടിലത്തെ പോലെയൊക്കെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് കൂടുതൽ. അപ്പം അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡെല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. അങ്ങനെ ബ്ലൗസൊക്കെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ ബ്ലൗസ് അവിടെ 30 മിനിറ്റ്സ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ആ ചുമ്മാ റീലിൽ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കും 30 മിനിറ്റ്സിൽ, അത്രേ ഉള്ളൂ. ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് മാക്സിമം 2 വീക്സ് എടുക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. റെഡിമെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ കൊടുക്കും. അങ്ങനെ എന്തായാലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത്ര ബോറൊന്നുമല്ല. ഞാനൊരു ബ്ലൗസ് മേടിച്ചു. അമ്പലോ? ഇവിടെ അമ്പലമൊക്കെ ഉണ്ടെന്നാ തോന്നണം. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാലോ. നിന്ന് കറങ്ങാൻ എനിക്ക് തോന്നുന്നു. നമ്മൾ ഇതിനു മുന്നേ ഈസ്റ്റാമിൽ വന്നപ്പോഴത്തേക്കും കുറെ ഇതേപോലെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടത്തേനെക്കാട്ടിലും നമ്മുടെ ഒരു ഇന്ത്യൻ വെയറൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത്. എന്നാരും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞത്? സ്പോൺസർ അത് താഴെയിട്ടല്ലേ? എന്താ തരൂടെ? കറി എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഞങ്ങൾ വീടെത്താറായി. ടെസ്കോയിലും കൂടെ ഒന്ന് കയറണമായിരുന്നു വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഇനി ഒരു 10 മിനിറ്റിൽ വീടെത്തും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പുതിയൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ ബൈ.